2005-ലെ 45ാമത്തെയും സംസ്ഥാന കലോത്സവത്തിലും 2003-ൽ നടന്ന 6ാമത് സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിലും ഈ വിദ്യാലയം വേദിയായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി കലോത്സവത്തിന് എ ഗ്രേഡ് ഈ വിദ്യാലയത്തിന് ലഭിച്ചു. ഇവിടുത്തെ വിദ്യാർത്ഥിനിയായിരുന്ന ഭാമ ജില്ലാ കലാതിലക പട്ടം കരസ്ഥമാക്കി. ഈ വിദ്യാലയത്തിൽ നടന്ന 32ാമത് കലോത്സവത്തിലാണ് പ്രശസ്ത നടി മഞ്ജു വാര്യർ കലാപട്ടം നേടിയത്. അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ തിരൂർ വിജയൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. തിരൂരിൽ ഇന്ന് അറിയപ്പെടുന്ന സംഗീതജ്ഞരിലും വാദ്യോപകരണ വിദഗ്ധരിലും ഭൂരിഭാഗം ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയവരാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയവരുണ്ട് എന്ന വിവരം ഈ വിദ്യാലയത്തിന് പൊൻതിളക്കമാണ്. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ 2 പേർ തിരൂർ നഗരപിതാക്കന്മാരായിട്ടുണ്ട്. കെ അബൂബക്കർ സാഹിബ് ദീർഘകാലം തിരൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. കെ പി മൊയ്തീൻകുട്ടി 5 വർഷവും ചെയർമാനായി ഇരുന്നിട്ടുണ്ട്. രാജ്യരക്ഷാ രംഗത്ത് ഈ വിദ്യാലയത്തിലെ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ഇവിടുത്തെ NCC, സ്കൗട്ട് എന്നിവ വിദ്യാർത്ഥികളിൽ ദേശ സുരക്ഷാബോധം വളർത്തുന്നതാണ്. മുൻകാലങ്ങളിൽ അച്യുതൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ NCC അധ്യാപകരായിട്ടുണ്ട്. ഇപ്പോൾ NCCയിലും സ്കൗട്ടിലും 100 വീതം കാഡറ്റുകളാണുള്ളത്. ഇപ്പോൾ സ്കൗട്ടിന്റെ അധ്യാപകൻ വത്സലൻ മാസ്റ്ററും NCCക്ക് ജോൺ ചെറിയാൻ മാസ്റ്ററുമാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവർ ശ്രദ്ധേയരായിട്ടുണ്ട്. ഡോക്ടർമാർ, അഭിഭാഷകർ, എഞ്ചിനീയർമാർ, രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ്സുകാർ തുടങ്ങിയവരുണ്ട്. തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ വി അബ്ദുറഹ്മാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നഗരസഭയിലെ ജനപ്രതിനിധികളിൽ പലരും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നതും സ്മരണീയമാണ്. IAS-കാരായ VK ബാലകൃഷ്ണൻ, അയ്യപ്പൻ, AEO ആയിരുന്ന P ഉണ്ണികൃഷ്ണൻ, തിരൂർ തഹസിൽദാർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ സുഭദ്ര, RDO യശോദ, പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ബാലകൃഷ്ണൻ എന്നിവരും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മലയാള സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവന നൽകാനും ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച മലയാളത്തിലെ ആദ്യ നോവൽ കഥയമമ്മയുടെ കർത്താവ് തിരൂർ ദിനേശ് ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നാരായണീയ കർത്താവ് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച മലയാളത്തിലെ ആദ്യ നോവലായ അഗ്രേ പശ്യാമി ഉൾപ്പെടെ 10ഓളം നോവൽ തിരൂർ ദിനേശിൻ്റെതായിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എഴുത്തച്ഛനെ കുറിച്ച് അവബോധമുണ്ടാക്കാൻ ജനുവരിയിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവചരിത്രം പുറത്തിറങ്ങുന്നതോടെ ഭാഷാ സാഹിത്യ രംഗത്തും ഈ വിദ്യാലയം എക്കാലവും അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിക്കുന്നതാണ്. വിദ്യാലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശക്തമായ PTA കമ്മിറ്റി നിലവിലുണ്ട്. K സുധാകരനാണ് ഇപ്പോഴത്തെ PTA പ്രസിഡന്റ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ഇവിടെ പ്രവർത്തിക്കുന്നു. ചെറിയ പരാധീനതകളൊക്കെ ഉണ്ടെങ്കിലും ഇന്നും മുൻനിരയിൽ തന്നെയാണ് ഈ സരസ്വതി ക്ഷേത്രം. മഹാസാഗരമാകുന്ന ലോകഭാഷയിലെ മഹത് സന്ദേശങ്ങൾ പേരാറിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന മലയാള ഭാഷയ്ക്ക് അക്ഷരങ്ങളുടെ പെരുങ്കടൽ തീർത്ത തുഞ്ചത്താചാര്യന്റെ അനുഗ്രഹത്താൽ
ഈ വിദ്യാലയത്തിന്റെ പെരുമ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും.